ഹൃദയപൂർവം ഭാഗം 44. അവളുടെ കയ്യിലേക്ക് ഒരു താക്കോല് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് ടീച്ചറമ്മ അവൾ അകത്തേക്ക് കയറിയതും നിങ്ങളിരിക്കെ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് പോകാൻ പോയതും ഞാനും കൂടി വരുന്നു എന്ന് പറഞ്ഞ് ശോഭനാമ്മയും എഴുന്നേറ്റു. എന്നാൽ പിന്നെ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് നവീൻ എഴുന്നേറ്റതും പെട്ടെന്ന് അവിടെയുള്ളൊരു ഫോട്ടോയിലേക്ക് അവൻ ശ്രദ്ധിച്ചത്. ആ ഫോട്ടോയിലേക്ക് അവൻ നോക്കുന്നത് കണ്ടതും ഇതാണ് ഇവിടുത്തെ ടീച്ചറമ്മ, മാഷച്ചൻ, ഇത് ഏട്ടൻ, ഏട്ടൻ്റെ ഭാര്യ സാന്ദ്ര, ഇത് മകള് ഇഷാനി. അവൻ്റെ നോട്ടം ഇഷാനിയിലേക്കായിരുന്നു. ചേച്ചി എറണാകുളത്ത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു. അത്രയും പറഞ്ഞ് അവൾ ശോഭനാമ്മയും കൊണ്ട് കിച്ചണിലേക്ക് പോയി. അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു. ഇഷാനി, അവൻ്റെ മനസ്സിൽ ആ പേര് പറഞ്ഞു. അവൻ പിന്നീട് അവിടെ കാണുന്ന ഫോട്ടോകളെല്ലാം നോക്കുകയായിരുന്നു. ഇഷാനിയുടെ ഫോട്ടോ കാണുമ്പോൾ അവന് ചിരി വരുന്നുണ്ടായിരുന്നു. ശോഭനാമ്മയ്ക്കും നവീനും ആ വീടും പരിസരവും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ടൗണിൽ നിന്നും ഒന്ന് മാറി ജീവിക്കാൻ ഇതാണ് പറ്റിയ സ്ഥലം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ശാന്തമായ സ്ഥലം. നെല്ലിയാമ്പതി മലനിരകൾ കാണാം ഇവിടെ നിന്ന്, അല്ലേ? അത് കാണുമ്പോൾ നവീനും ശോഭനാമ്മയ്ക്കും ആ സ്ഥലത്തോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അവർ അവിടെ ഇരുന്ന് ചായയെല്ലാം കുടിച്ചതിന് ശേഷമാണ് പോകാനായി ഇറങ്ങിയത്. പോകുന്നതിന് മുമ്പ് ടീച്ചറമ്മയെ ലക്ഷ്മി വിളിച്ചിരുന്നു. പക്ഷേ വരാൻ ലേറ്റാകും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കാത്തു നിൽക്കാതെ പിന്നെ അവർ പോയത്. ഒറ്റയ്ക്ക് അവളെ അവിടെ നിർത്തിയിട്ട് പോകാൻ പേടിയുണ്ടായിരുന്നെങ്കിലും ആ സ്ഥലം അത്രയും സേഫാണ് എന്ന് അവർക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവർ പോകാനായി ഇറങ്ങിയത്. അന്ന് 7 മണി കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയപ്പോഴേ അടുക്കളയിൽ നിന്നും നല്ല മണം വരുന്നുണ്ട്. അകത്തേക്ക് കയറിയതും സാന്ദ്ര ഓടി അടുക്കളയിലേക്കാണ് ചെന്നത്. നല്ല മണം വരുന്നുണ്ടല്ലോ ലക്ഷ്മിക്കുട്ടി എന്ന് ചോദിച്ചുകൊണ്ട് ചെന്നതും അവൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് കണ്ടു. ലക്ഷ്മിയുടെ പുറകിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ടാണ് സാന്ദ്ര നിൽക്കുന്നത്. എൻ്റെ ലക്ഷ്മിക്കൊച്ചേ, ഈ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ കിച്ചണിൽ വന്ന് നിന്നാൽ കള്ളന്മാർ കയറിയാ അറിയില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ടീച്ചറമ്മയും സിതാരയും മിത്രയും വന്നത്. നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം, അവൾ പറഞ്ഞുകൊണ്ട് തിരിയാൻ പോയതും വേണ്ട മോളെ, ഞങ്ങൾക്ക് ചായ വേണ്ട, ഞങ്ങൾ ചായ കുടിച്ചു. അപ്പോഴേക്കും സാന്ദ്ര അവിടെ വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം തുറന്നു നോക്കാൻ തുടങ്ങി. ഒരു പാത്രം നിറയെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് കുറുമയും തേങ്ങാപ്പാലിട്ട് വെച്ചിരിക്കുന്ന മീൻകറിയും കണ്ടു. മോളുടെ പണിയെല്ലാം കഴിഞ്ഞൂല്ലേ? എന്നാൽ പിന്നെ ഞാൻ ചെല്ലട്ടെ, എന്തെങ്കിലും ഉണ്ടാക്കണം എനിക്ക് രാത്രിത്തേക്കേ എന്ന് പറഞ്ഞുകൊണ്ട് സീതാമ്മ ഇറങ്ങാൻ പോയതും സീതാമ്മേ, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവർക്കും കൂടി ഉള്ളത്, അവൾ പറഞ്ഞു. അതെയോ, നന്നായി മോളെ. ഞാൻ ദേ സീതയോട് പറയാതിരിക്കായിരുന്നു ഇവിടെ നിന്ന് കഴിക്കാന്ന്. രാവിലെ മുതലുള്ള അലച്ചിലല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. ഇനിയിപ്പോൾ അവിടെ ചെന്ന് എപ്പോഴും ഉണ്ടാക്കുക, നമുക്ക് കഴിച്ചിട്ട് പോവാം. മോളെ ലക്ഷ്മി, എന്നാൽ എല്ലാം ഡൈനിങ് റൂമിലേക്ക് എടുക്ക്, ടീച്ചറമ്മ പറഞ്ഞതും അവൾ കാസറോളിലിരുന്ന ചപ്പാത്തിയും കുറുമയിരുന്ന പാത്രവും എടുത്തു. കൂടെ എല്ലാവരും കൂടി ഡൈനിങ് റൂമിലേക്ക് എല്ലാം എടുത്തു വെച്ചു. ഹാളിൽ നിന്നും മാധവിൻ്റെയും ഉദയൻ്റെയും മാഷച്ചൻ്റെയും മാധവിൻ്റെ അച്ഛൻ്റെയും എല്ലാം ശബ്ദം കേൾക്കുന്നുണ്ട്. കല്യാണത്തെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നതാണെന്ന് ലക്ഷ്മിക്ക് തോന്നി. ടീച്ചറമ്മ ചെന്ന് എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഡൈനിങ് റൂമിലേക്ക് വരുമ്പോഴാണ് മാധവ് ലക്ഷ്മിയെ കാണുന്നത്. അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. തിരിച്ച് അവനും. ഇരിക്ക്, ടീച്ചറമ്മ പറഞ്ഞതും എല്ലാവരും കൈ കഴുകിയിരുന്നു. ലക്ഷ്മിയും ടീച്ചറമ്മയും കൂടി തന്നെയാണ് എല്ലാവർക്കും വിളമ്പിക്കൊടുത്തത്. ടീച്ചറമ്മ കൂടി ഇരിക്കുക, ഞാൻ വിളമ്പി തരാം, അവൾ പറഞ്ഞു. എന്നാൽ പിന്നെ മോളും കൂടി ഇരിക്കുക, ഇനി മോളായിട്ട് മാറി നിൽക്കുന്ന എന്തിനാ, എല്ലാവർക്കും കൂടി ഇരിക്കാം, മാഷച്ചൻ പറഞ്ഞതും അവളും അവിടെ തന്നെ ഇരുന്നു. മാധവിൻ്റെ നേരെയായിട്ടാണ് അവൾ ഇരുന്നത്. മാധവ് ഇടയ്ക്ക് അവളെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡ്രസ്സ് മാറാൻ പോയ സാന്ദ്രയും വന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറികളെല്ലാം നന്നായിട്ടുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീതാമ്മ പറഞ്ഞു, അല്ലെങ്കിൽ മോൾക്ക് നല്ല കൈപ്പുണ്യാണ്, അവൾ ഉണ്ടാക്കുന്നതെല്ലാം നല്ലതാണ്, ടീച്ചറമ്മ പറഞ്ഞു. ഏട്ടത്തി സൂപ്പറാണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുവും പറഞ്ഞു. മാധവ് അവളെ ഒന്ന് മുഖമുയർത്തി നോക്കിയതേയുള്ളൂ. ആ നിമിഷം തന്നെയായിരുന്നു അവളും അവനെ നോക്കിയത്. ലക്ഷ്മിക്കുട്ടി, ഞങ്ങൾ നിന്റെ വിവാഹത്തിനുള്ള സാധനങ്ങൾ എടുക്കാനാണ് പോയത്. നീ എന്താ അതിനെപ്പറ്റിയൊന്നും ചോദിക്കാത്തത്? സാന്ദ്ര ചോദിച്ചതും അവൾ അവരെ നോക്കി ഒന്ന് ചെറുതായി ചിരിച്ചു. ഏട്ടത്തി, അടിപൊളി സാരിയാണ് ഏട്ടൻ സെലക്ട് ചെയ്തത്. ഏട്ടൻ തന്നെ സെലക്ട് ചെയ്തത്, ഞങ്ങൾ വെറുതെ ഡമ്മിയായിട്ട് ഇരുന്നതേ ഉള്ളൂ, മിത്ര പറഞ്ഞു. ഏട്ടത്തിക്ക് കാണേണ്ടേ എല്ലാം? കാറിലിരിക്കുന്നുണ്ട്, മിത്ര ചോദിച്ചപ്പോൾ മാധവ് വീണ്ടും അവളെ ഒന്ന് നോക്കി. അവൾ എന്താണ് പറയുന്നത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ കണ്ടോളാം, അവൾ പറഞ്ഞു. എൻ്റെ മിത്ര കൊച്ചേ, ലക്ഷ്മി പറഞ്ഞല്ലോ അവൾക്ക് പുടവ മാധവ് കൊടുക്കുമ്പോൾ മാത്രം കണ്ടാൽ മതിയെന്ന്. അവളുടെ ആഗ്രഹമല്ലേ, അതങ്ങനെ തന്നെ നടക്കട്ടെ, സാന്ദ്ര പറഞ്ഞു. ശരിക്കും
അന്നേ ചേച്ചി കാണുന്നുള്ളൂ? മിത്ര വീണ്ടും ചോദിച്ചു. അതിന് അവൾ ചെറുതായി തലാനക്കുക മാത്രമാണ് ചെയ്തത്. അത് കേട്ട് സീതാമ്മയും ടീച്ചറമ്മയും പറഞ്ഞു, അവളുടെ ഇഷ്ടമല്ലേ, അതും ഒരു രസമാണ് അല്ലേ? പണ്ട് കാലത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പുടവയും താലിയും ചെക്കൻ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴാണ് പെണ്ണ് കാണുന്നത്. ഇപ്പോഴല്ലേ താലി എടുക്കാനും ഡ്രസ്സ് എടുക്കാനും എല്ലാം എല്ലാവരും ഒരുമിച്ച് പോക്കും എല്ലാം ചെയ്യുന്നത്, ടീച്ചറമ്മ പറഞ്ഞു. ടീച്ചറമ്മേ, ഇന്ന് ശോഭനാമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. നവീൻ ചേട്ടനും ഉണ്ടായിരുന്നു, ലക്ഷ്മി പറഞ്ഞു. അതെയോ? മോള് പറഞ്ഞില്ലേ ഞങ്ങൾ ഉണ്ടാവില്ല എന്ന്? പറഞ്ഞു. അത് ഞങ്ങൾ വെഡ്ഡിങ് മോതിരം മേടിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ മാലയും. ലക്ഷ്മി പറഞ്ഞതും മാധവ് അവളെ ഒന്ന് നോക്കി. മാധവിനുള്ള മോതിരം മോൾ എടുത്തോ? സീതാമ്മ ചോദിച്ചു. എടുത്തു. അതിന് ഏട്ടത്തിക്ക് ഏട്ടൻ്റെ വിരലിൻ്റെ അളവ് അറിയുമായിരുന്നോ? മിത്ര ചോദിച്ചു. ഇല്ല, അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ മാധവേട്ടൻ അറിയുന്ന ഒരു കടയില്ലേ സ്വർണം പണിയുന്നത്, അവിടെയാണ് കൊടുത്തത്. മാധവേട്ടൻ്റെ അളവ് അവർക്കറിയാമെന്ന് പറഞ്ഞു. ലക്ഷ്മി പറയുന്നത് കേട്ടതും മാധവിൻ്റെ കണ്ണുകൾ വിടർന്നു. മാധവിൻ്റെ അളവ് അവിടെയുണ്ടെന്ന് മോൾക്ക് എങ്ങനെ അറിയായിരുന്നു? അത് കിച്ചുവേട്ടൻ്റെ കല്യാണത്തിന് അവിടെ നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞില്ലേ? പിന്നെ സീതാമ്മയും പറഞ്ഞല്ലോ മാധവേട്ടൻ ഗോൾഡ് ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യിക്കുകയാണ് പതിവെന്ന്. ആ ഒരു ഓർമ്മയിൽ അന്വേഷിച്ചെന്നതാണ്. എന്തായാലും കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിയത്. അവിടെ കൊടുത്തിട്ടുണ്ട്, ലക്ഷ്മി പറഞ്ഞു. നാളെ പോയി നിങ്ങളുടെ രണ്ടുപേരുടെയും അളവ് കൊടുക്കാമെന്ന് മാധവ് പറഞ്ഞതാണ്, സീതാമ്മ പറഞ്ഞു. ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ശോഭനാമ്മ എന്നോടും ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത്, അവൾ പറഞ്ഞു. പിന്നീട് വീണ്ടും കല്യാണ വിശേഷങ്ങളുടെ സംസാരത്തിലേക്ക് പോവുകയായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മി മാധവിനെ നോക്കുന്നുണ്ട്. സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയാണ്. മാധവേട്ടൻ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് എന്ന് അവൾക്ക് തോന്നി. ചെറു പുഞ്ചിരിയോടെ അവൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ എല്ലാവരും വീണ്ടും ഹാളിൽ തന്നെ വന്ന് ഇരുന്നു. പിന്നെയും സംസാരം കല്യാണം തന്നെയാണ്. അപ്പോഴാണ് മാഷിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് ശോഭന ടീച്ചറാണ് എന്ന് കണ്ടതും നിങ്ങളുടെ പ്രിൻസിപ്പൽ മാം ആണല്ലോ എന്ന് പറഞ്ഞ ഫോൺ എടുത്തതും ഇന്ന് അവിടെ വന്ന കാര്യങ്ങളെല്ലാം ശോഭനാമ്മ പറഞ്ഞു. പിന്നെ മാധവിനുള്ള മാലയും മോതിരവും എടുത്ത കാര്യവും പറഞ്ഞു. ആ സമയത്താണ് ഇഷാനിയുടെ കോള് ലക്ഷ്മിയുടെ ഫോണിലേക്ക് വരുന്നത്. ലക്ഷ്മി ഫോൺ എടുത്തതും, അമ്പലത്തിലെ ഉത്സവത്തിന് വരാമെന്ന് കരുതി എന്നെ നീ പറ്റിച്ചു കളഞ്ഞല്ലോ എൻ്റെ പെണ്ണെ. എന്നെ നേരത്തെ വരാനാക്കി വെച്ചല്ലോ നീ. ഇഷാനി പറഞ്ഞതും, ചേച്ചി വരില്ലേ അപ്പോൾ? അവൾ ചോദിച്ചു. പിന്നല്ലാതെ, എൻ്റെ അനിയത്തിയുടെ വിവാഹത്തിന് ഞാൻ വരാതിരിക്കുമോ? പക്ഷേ എനിക്ക് ചെറിയൊരു പരാതിയുണ്ട്, ഇഷാനി പറഞ്ഞതും. എന്ത് പരാതി? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. പരാതി എന്താണെന്ന് ചോദിച്ചാൽ, ചേച്ചിയായ ഞാനിങ്ങനെ പുരനിറഞ്ഞു നിൽക്കുമ്പോൾ നീ വിവാഹം കഴിക്കുന്നത് ശരിയാണോ മോളെ? ഇഷാനി സങ്കടഭാവം കാണിച്ചുകൊണ്ട് ചോദിച്ചതും, അതിന് ഇനിയും സമയമുണ്ട് ചേച്ചി, ഒരാഴ്ചയോളം സമയമുണ്ട്. ഞാൻ മാഷച്ചനോടും ഉദയൻചേട്ടനോടും പറയട്ടെ ഇഷാനി ചേച്ചിക്ക് പറ്റിയ ഒരാളെ നോക്കാൻ. പെട്ടെന്ന് നടത്താൻ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് നടത്താനേ, ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മാത്രം. ലക്ഷ്മി പറഞ്ഞതും, ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് പറ്റിയ ആളെ ഞാൻ തന്നെ കണ്ടുപിടിക്കാമെന്ന് കരുതിയത്. പക്ഷെ അതിനുള്ള ചാൻസ് നിങ്ങളായിട്ട് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടില്ലേ, നമ്മളെക്കാൾ ചെറുതാണ് ലാവണ്യ. ലാവണ്യ കിച്ചോട്ടം വിവാഹം കഴിച്ചു. ഇപ്പം എന്നെയും ഇളയതാണ് നീ. ഞങ്ങളുടെ മാധവേട്ടനെ നീ വിവാഹം കഴിക്കുന്നു. പിന്നെ സാന്ദ്രയുടെ കാര്യം പറയണ്ടല്ലോ. എൻ്റെ ഏട്ടത്തിയായിട്ട് വന്ന് വർഷങ്ങൾക്ക് മുന്നേ അവളെന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഇഷാനി പറയുന്നത് കേട്ട് അടുത്ത് നിന്ന സാന്ദ്രയും മിത്രയും എല്ലാം ചിരിക്കുന്നുണ്ട്. എന്നാ ഒരു കാര്യം ഞാൻ പറയട്ടെ, ചേച്ചിക്ക് പറ്റിയ ആളെ ഞാൻ കണ്ടുപിടിച്ച് തരട്ടെ? ലക്ഷ്മി ചോദിച്ചതും, അതിന് നിൻ്റെ കസ്റ്റഡിയിൽ അതിനെ പറ്റിയ ആളുണ്ടോ? അത് പെട്ടെന്ന് കണ്ടുപിടിച്ചതാണ്. ഇന്നിവിടെ ഞങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ പറഞ്ഞില്ലേ, ശോഭന മാം വന്നിട്ടുണ്ടായിരുന്നു. കൂടെ നവീൻ ചേട്ടനുണ്ടായിരുന്നു. ടീച്ചർമ്മയുടെ മകനാണ്, പാലക്കാട് കോളേജിൽ ലെക്ചറാണ്. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒപ്പം. ഇവിടെ വന്നപ്പോൾ ഹാളിലിരിക്കുന്ന ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചിയെ നോക്കി നിൽക്കുന്നത് കണ്ടു. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിരുന്നു. ലക്ഷ്മി പറഞ്ഞതും, എടി പാവി, എന്നിട്ട് നീ ഇപ്പോഴാണ് പറയുന്നത്? അപ്പോൾ തന്നെ പറയണ്ടായിരുന്നോ? അല്ല, എങ്ങനെയുണ്ട് ഈ നവീൻ, കൊള്ളാമോ? ഇഷാനി ചോദിച്ചു. കൊള്ളാമോന്ന് ചോദിച്ചാ കാണാൻ സുന്ദരനാണ്. ചേച്ചിക്ക് കാണണോ? ലക്ഷ്മി ചോദിച്ചതും, പിന്നെന്താ, ഒരു കോളേജ് അധ്യാപകനെ ഭർത്താവായിട്ട് കിട്ടിയാ പുളിക്കോ?
അതും ഗവൺമെൻറ് കോളേജിലെ. മോളൊന്നും നോക്കണ്ട. നീ എന്താ അങ്ങയുടെ പേര്? നവീൻ. എൻ്റെ ഫോണിലേക്ക് അങ്ങേരുടെ ഒരു ഫോട്ടോ അയച്ചേക്ക്, ഞാൻ നോക്കട്ടെ. ഇഷാനി പറഞ്ഞതും എൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ല, ലക്ഷ്മി പറഞ്ഞു. ദേ ലക്ഷ്മി, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഉറങ്ങിക്കിടന്ന എൻ്റെ മനസ്സിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് മട്ടൻ ബിരിയാണി തരാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു നാരങ്ങ വെള്ളം പോലും തരാതെ ഇരുന്ന പാപം കിട്ടും നിനക്ക്, ഇഷാനി പറഞ്ഞു. സത്യമായിട്ടും എൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ലാഞ്ഞിട്ടാ. ഫേസ്ബുക്കിലുണ്ടാവും, ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് ചേച്ചിക്ക് ഇടാം, ലക്ഷ്മി പറഞ്ഞു. അപ്പോഴാണ് ഇഷാനിക്കൊന്ന് സമാധാനമായത്. നീ ശരിക്കും അവിടെ എങ്ങനെയാടി ഇങ്ങനെ ജീവിക്കുന്നത്? ഫോൺ വാങ്ങിക്കൊണ്ട് സാന്ദ്ര ചോദിച്ചു. ഇവിടെയുള്ളതെല്ലാം ഒരുമാതിരി വല്ലാത്ത ചെക്കന്മാരാ. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ചുള്ളൻ ചെക്കന്മാരെ മതിയേ, ഇഷാനി പറഞ്ഞു. എന്തായാലും ഞാനും കണ്ടിട്ടില്ല ഈ പറയുന്ന നവീനെ. കണ്ടിട്ട് ഞാനും അഭിപ്രായം പറയാം, സാന്ദ്രയും പറഞ്ഞു. ലക്ഷ്മി, എങ്ങനെയുണ്ടായിരുന്നു ഇവരെടുത്ത ഡ്രസ്സൊക്കെ? നീ കണ്ടോ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷാനി ചോദിച്ചു. ഇല്ല ചേച്ചി, ഞാൻ കണ്ടില്ല. എനിക്കിപ്പോൾ കാണണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതെന്തൊരു ജീവിയാണ്, ഇഷാനി പറഞ്ഞതും അത് തന്നെ ഞങ്ങളും പറയുന്നത്, സാന്ദ്രയും പറഞ്ഞു. അല്ല, എനിക്കെടുത്ത ഡ്രസ്സ് എന്തായി? അതിൻ്റെ ഫോട്ടോ കണ്ടില്ലല്ലോ. ഞാൻ അയച്ചിട്ടുണ്ട്, നീ നോക്കിക്കേ, സാന്ദ്ര പറഞ്ഞു. പിന്നെയും അവരുടെ സംസാരം നീണ്ടുപോയി. എന്നാൽ മാഷച്ചനോടും മാധവിൻ്റെ അച്ഛനോടും അമ്മയോടും എല്ലാം ശോഭനാമ്മ സംസാരിക്കുകയായിരുന്നു. അതിൽ ലക്ഷ്മിയുടെ അച്ഛൻ്റെ കാര്യം സംസാരിച്ചു. അയാൾ എവിടെയാണ് എന്ന് ഇപ്പോൾ ഒരു അറിവുമില്ല എന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ തന്നെ പറയണ്ട എന്ന് ശോഭന ടീച്ചർ പറഞ്ഞു. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് ഞാനും എൻ്റെ ഭർത്താവും, ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നവീനും ഉണ്ടാകും, അത് മതി. ജാനകിയും അങ്ങനെ തന്നെ പറഞ്ഞത്. എൻ്റെ മകന് അവൾ സ്വന്തം സഹോദരിയെ പോലെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം മകളും. അതുകൊണ്ട് ഞങ്ങൾ നടത്തി തരുമെന്ന്. ഒരു പെണ്ണിന് വീട്ടുകാർ ചെയ്യേണ്ട എല്ലാ കടമകളും ഞങ്ങൾ ചെയ്യും, ഞങ്ങളുടെ മോൾക്ക് വേണ്ടി, ശോഭനാമ്മ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ മറ്റൊന്നും പറയാൻ പിന്നെ ആരും നിന്നില്ല. പിന്നെ എല്ലാവരും വാങ്ങിയ സാധനങ്ങളെല്ലാം കാറിൽ നിന്നും എടുത്ത് വീടുകളിലേക്ക് പോയി. മാധവ് റൂമിൽ ചെന്നതും വേഗം ഫ്രഷായി വന്നു. ജനാലയിലേക്ക് നോക്കി. അവിടെ അവളെ കാണാനില്ലായിരുന്നു. ഫോൺ എടുത്ത് വിളിക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് മറഞ്ഞു നിൽക്കുന്ന ഒരു തല പുറത്തേക്ക് വരുന്നത് കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായതും മാധവ് ഫോണെടുത്ത് അവളെ വിളിച്ചു. എന്താണ് എൻ്റെ ടീച്ചർ ഒരു ഒളിച്ചുകളി നടത്തുന്നത്? മാധവ് ചോദിച്ചു. ഒന്നുമില്ല, അവൾ പറഞ്ഞു. എന്നാ നീങ്ങി നിൽക്ക്, ഞാൻ കാണട്ടെ. മാധവ് പറഞ്ഞതും അവൾ മറഞ്ഞു നിന്ന ജനാലയുടെ ഭാഗത്ത് നിന്ന് അവൻ കാണാൻ പാകത്തിന് നിന്നു. ലക്ഷ്മി ശരിക്കും പേടിച്ചിട്ടാണോ ഞങ്ങളുടെ കൂടെ വരാതിരുന്നത് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ? എനിക്ക് ചെറിയ സങ്കടം തോന്നി ലക്ഷ്മി വരാതിരുന്നപ്പോൾ. പിന്നെ ഇന്ന് അമ്മയും അച്ഛനൊക്കെ പറഞ്ഞതുപോലെ പണ്ടത്തെ കാലത്ത് ഇതൊരു ആചാരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ സമാധാനം എനിക്ക് തോന്നി. നമുക്കും പഴയ ആചാരങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്, അല്ലേ ലക്ഷ്മി? മാധവ് ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു. പക്ഷേ എന്നെ ശരിക്കും ലക്ഷ്മിക്കുട്ടി ഞെട്ടിച്ചു കളഞ്ഞു. എനിക്കുള്ള മോതിരത്തിൻ്റെ അളവ് കൊടുക്കാൻ വേണ്ടി ഇത്രയും കടന്നു ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല, മാധവ് പറഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാനിരുന്നതാണ്. ഇന്ന് ലക്ഷ്മിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ, മാധവ് പറഞ്ഞതും എന്ത് പ്രത്യേകത? ലക്ഷ്മി ചോദിച്ചു. എന്തോ ഒരു പ്രത്യേകത, ആ മുഖത്തിനാണ്, ആ മൂക്കിനാണ്, മാധവ് പറഞ്ഞു. മാധവേട്ടൻ അത് കണ്ടോ? അവൾ ചോദിച്ചു. പിന്നെ കാണാതെ. എൻ്റെ പെണ്ണിൽ വരുന്ന ഓരോ മാറ്റങ്ങളും ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, മാധവ് പറഞ്ഞു. ഇന്ന് വാങ്ങിയതാണോ അവിടെ നിന്നും? മാധവ് ചോദിച്ചു. അതെ, ഇത് നവീൻ ചേട്ടൻ്റെ ഗിഫ്റ്റാണ്, ലക്ഷ്മി പറഞ്ഞതും മാധവിൻ്റെ മുഖമൊന്ന് മാറി. കാരണം മറ്റൊന്നുമല്ലായിരുന്നു, മാധവിന് ശോഭന മാം പറഞ്ഞത് ഓർമ്മ വന്നു. നവീനെ കൊണ്ട് ലക്ഷ്മിയെ വിവാഹം കഴിപ്പിക്കാൻ ടീച്ചറമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്ന്. നവീനും സമ്മതമായിരുന്നു. പക്ഷേ അവരുടെ ഭർത്താവിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അവർ പിന്നീട് അത് വേണ്ട എന്ന് വെച്ചത്. പക്ഷേ ലക്ഷ്മിയുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കില്ല എന്ന് അവനറിയാം. പിന്നെ നവീനെ അവൾക്ക് വേണ്ടി ആലോചിച്ച് എന്നുള്ള ഒരു കാര്യം ലക്ഷ്മിക്ക് അറിയില്ല എന്നുള്ളത് അപ്പോഴാണ് മാധവ് ഓർത്തത്. എനിക്കും ശരിക്കും ഒരുപാട് സന്തോഷമായി. നവീൻ ചേട്ടന് എൻ്റെ കൂടെ തന്നെ ഒരു സഹോദരനെ പോലെ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചു. എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു സഹോദരനെ ഞാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് ദൈവം 2 സഹോദരന്മാരെ തന്നിരിക്കുന്നത്. ലക്ഷ്മി അത് പറയുമ്പോൾ അവളുടെ ശബ്ദത്തിലെ ഒരു വിറയൽ മാധവ് ശ്രദ്ധിച്ചു. അതെ, ഇനി കരയണ്ട.
നാളെ രാവിലെ തന്നെ ശാലുവിൻ്റെ അടുത്തേക്ക് പോകണം. കല്യാണത്തിൻ്റെ ഡ്രസ്സിൻ്റെ അളവ് കൊടുക്കണം. ഞാനെടുത്തത് ഏത് കളറാണെന്ന് പറയട്ടെ? മാധവ് ചോദിച്ചതും വേണ്ട, പറയണ്ട, എനിക്ക് അന്ന് കണ്ടാൽ മതി, ലക്ഷ്മി പറഞ്ഞു. ഇതൊരു തരം വാശിയാണ് കേട്ടോ, മാധവ് പറഞ്ഞു. അല്ല, എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പുടവ കൊടുക്കുന്നത് വലിയ ആചാരം തന്നെയാണ്, ഒരു വലിയ ചടങ്ങ്. അത് കണ്ടു വളർന്നതല്ലേ ഞാൻ, അതിൻ്റെയാണ്, അവൾ പറഞ്ഞു. ലക്ഷ്മിയും മാധവും അന്നും ഒരുപാട് സംസാരിച്ചില്ല. ലേറ്റായിട്ടാണ് മാധവും ലക്ഷ്മിയും കിടന്നത്. എന്നാൽ സ്കൂൾ വിട്ടു വന്നത് മുതൽ സിത്താര സഞ്ജയെ അന്വേഷിച്ച് നടക്കുകയാണ്. സമയം പോകുന്തോറും അവൾക്ക് ദേഷ്യം കൂടിക്കൂടി വന്നു. അപ്പോഴാണ് മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്നത്. അതിൽ നിന്നും സഞ്ജയ് ഇറങ്ങുന്നത് കാണുന്നത്. മുഖത്ത് പഴയൊരു ചിരിയില്ല, എന്നാലും ചെറിയൊരു ചിരി ഉണ്ട് താനും. അവളെ മുൻവശത്ത് തന്നെ കാത്തു നിൽക്കുന്നത് കണ്ടതും, എന്താണ്, എന്നെ കാത്തു നിൽക്കായിരുന്നോ? എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ, പുഞ്ചിരിയോടെ പറഞ്ഞതും സിത്താര അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഏട്ടന് സങ്കടയില്ലേ? അവൾ ചോദിച്ചു. എന്തിനാ? സഞ്ജയ് ചോദിച്ചു. ലക്ഷ്മി ടീച്ചറുടെ വിവാഹമാണ് എന്നറിഞ്ഞപ്പോൾ, മാധവേട്ടൻ ലക്ഷ്മി ടീച്ചറെ വിവാഹം കഴിക്കാൻ പോവാന്ന് അറിഞ്ഞപ്പോൾ ഒട്ടും സങ്കടം തോന്നിയില്ലേ? അവൾ ചോദിച്ചു. അതിന് വാടിയ ഒരു പുഞ്ചിരിയായിരുന്നു സഞ്ജയ് മറുപടി കൊടുത്തത്. അവൻ അവിടെ നിന്നും അകത്തേക്ക് പോകുന്നത് കണ്ടതും അവന് നല്ല സങ്കടം ഉണ്ടെന്ന് തോന്നിയ അവൾ അവൻ്റെ പിന്നാലെ പോയി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമാണ്, എന്നാലും ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. എന്തായാലും സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തേക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.